പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഭൂപ്രദേശമാണ് ഓണാട്ടുകരയുടേത്. ഓണാട്ടുകര അതിമനോഹരമാണ്. കാവുകളും വയലുകളും പുഴകളും തോടുകളും നിറഞ്ഞ പുണ്യഭൂമിയാണ്. പൊന്നു വിളയുന്ന മണ്ണുള്ള ഓണാട്ടുകരയെ തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും മനോഹരമായി മലയാള ഭാഷ സംസാരിക്കുന്ന ഇവിടം സംസ്കൃതി കൊണ്ടും കലാമേന്മ കൊണ്ടും തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന നാടുകൂടിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഓണാട്ടുകരയിലാണ്. പൂജാമുറികളും കാവുകളും പ്രതിഷ്ഠകളും ഒട്ടുമിക്ക വീടുകളിലും കാണാൻ കഴിയും. കുടുംബക്ഷേത്രങ്ങൾ ഇല്ലാത്തവരില്ല. ഓണാട്ടുകരയിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഒരുപക്ഷെ മലബാറിൽ കണ്ടുവരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശൈലി പിന്തുടർന്നുകൊണ്ടുള്ള വൈവിധ്യങ്ങളാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഗ്രാമദേവതയുടെ പറയെഴുന്നള്ളത്ത്. മലബാറിലുള്ള അനുഷ്ഠാന കലകളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഒട്ടേറെ വൈവിധ്യമാർന്ന വിശേഷണങ്ങൾ ഉള്ളതാണിവ. മറ്റ് ദേശങ്ങളിൽ വെളിച്ചപ്പാട്, പള്ളിവാളേന്തി, ചിലമ്പണിഞ്ഞ്, കോമരമാടിയാണ് പറക്കെഴുന്നള്ളിപ്പിന് വരുന്നതെങ്കിൽ ഇവിടെ ദേവീദേവതമാർ ജീവിതയിലേറിയാണ് പറക്കെഴുന്നള്ളുന്നത്. പണ്ടെങ്ങോ മൺമറഞ്ഞു പോയ പല്ലക്കിനെ സൂചിപ്പിക്കുന്നവയാണ് ജീവിതകൾ. തച്ചുശാസ്ത്രവിധി പ്രകാരം ക്ഷേത്ര ശ്രീകോവിലിൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ് ജീവിതകളും നിർമ്മിക്കുന്നത്. ശ്രീകോവിലുകളുടെ ചെറിയ മാതൃക കൂടിയാണ് ജീവിതകൾ. കൊട്ടും കുരവയും കൊമ്പും കുഴലും ചെണ്ടമേളവാദ്യത്തോടും കൂടി വെഞ്ചാമരവും ആലവട്ടവും മെഴിവട്ടക്കുടകളുമായി ജീവിതകളുടെ എഴുന്നള്ളത്ത് കണ്ണിനും മനസ്സിനും ഒരേപോലെ ഹൃദ്യമായ വിരുന്നാണ്. പാടശേഖരങ്ങളിലെ കൊയ്ത്ത് കഴിഞ്ഞ് അറയും പുരയും കർഷക മനസ്സുകളും നിറയുമ്പോൾ ആ സമൃദ്ധിയിലും സന്തോഷത്തിലും പങ്കുചേർന്നുകൊണ്ട് നൈവേദ്യവും സ്വീകരിച്ച് തൻ്റെ ജനതയ്ക്ക് ഐശ്വര്യം ചൊരിയാൻ ഗ്രാമദേവതകൾ നാട്ടിലേക്കെത്തുന്ന മഹനീയമായ അനുഷ്ഠാനത്തിന് പറയുന്ന പേരാണ് പറയെടുപ്പ്. ഓണാട്ടുകരയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ജീവിതകളുണ്ട്, തികച്ചും വ്യത്യസ്തങ്ങളായവ. ജീവിതകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ചട്ടജീവിതകളാണ് ഒന്ന്. ഗജവീരന്മാർ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ മനോഹരമായ ജീവിതകളാണ് ചട്ടജീവിതകൾ. ചരിത്രപ്രസിദ്ധമായ കൊയ്പ്പള്ളികാരായ്മ, വടക്കൻകാരായ്മ, പുല്ലുകുളങ്ങര, കരിമുട്ടം, പാണ്ഡവർകാവ്, പത്തിയൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ചട്ടജീവിതകളാണ് എഴുന്നള്ളിക്കുന്നത്. രണ്ടാമത്തത് കെട്ടുജീവിതകളാണ്. കുമിള പോലെയുള്ള ആറന്മുള കണ്ണാടികൾ വെച്ച് കെട്ടിയുണ്ടാക്കുന്ന കെട്ടുജീവിതകൾക്കാണ് അഴകും ഗാംഭീര്യവും ഏറെ. രാമപുരം, കോട്ടയ്ക്കകം, വട്ടപ്പറമ്പ്, കാഞ്ഞൂർ, വല്ലയിൽ, ചെറിയ പത്തിയൂർ, പൊന്നുരുട്ട് തുടങ്ങിയ ദേവീക്ഷേത്രങ്ങളിലാണ് കെട്ടുജീവിതകൾ എഴുന്നള്ളിക്കുന്നത്. പറയെടുപ്പ് കഴിഞ്ഞ് സന്തോഷവതിയായ ദേവി സന്തോഷസൂചകമായി നൃത്തം വെച്ച് കളിക്കാറുണ്ട്. താളത്തിൽ ചുവട് വെച്ചുള്ള ഈ നൃത്തത്തിന് പറയുന്നത് ജീവിത നൃത്തം എന്നാണ്. ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള കൊട്ടും ജീവിത നൃത്തവും ചിട്ടപ്പെടുത്തിയത് ലോകപ്രശസ്ത കഥകളി ആചാര്യനും ചെണ്ടമേള വിദ്വാനുമായ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെ പിതാവും കഥകളി ആചാര്യനുമായിരുന്ന കൃഷ്ണൻ നമ്പൂതിരിയാണ്. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാഴ്ച ചെട്ടുകുളങ്ങരയിലെ പറയെടുക്കുന്ന ശൈലിയും എഴുന്നള്ളിപ്പുമാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഓണാട്ടുകരയുടെ പരദേവത എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ ഭരണിനാളിൽ നടക്കുന്ന ലോക പ്രശസ്തമായ കെട്ടുകാഴ്ച ലോക പൈതൃക പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഒന്നാണ്. സാധാരണയായി കണ്ടുവരുന്നതിലും വിഭിന്നമായിട്ടുള്ള ഒരു ശൈലിയാണ് ചെട്ടുകുളങ്ങരയിലേത്. സാധാരണയായി കാണുന്ന കെട്ടുജീവിതയെക്കാളും ഒട്ടേറെ വ്യത്യാസങ്ങളും ഇതിനുണ്ട്. അതുപോലെ തന്നെ പറയെടുത്തതിന് ശേഷം സന്തോഷസൂചകമായി മറ്റു ജീവിതകൾ നൃത്തം വെക്കാറുണ്ട്. എന്നാൽ ചെട്ടുകുളങ്ങരയിലേത് അങ്ങനെ താളത്തിൽ കളിക്കാറില്ല. ചെട്ടികുളങ്ങരയിലെ ജീവിത നൃത്തം വെക്കുന്നത് വളരെ വിരളമാണ്. അൻപലിപ്പറയ്ക്കും പോളവിളക്ക് വഴിപാടിനും മാത്രമേ ചെട്ടികുളങ്ങര ജീവിത നൃത്തം വെക്കാറുള്ളൂ. നൃത്തം എന്ന് പറഞ്ഞാൽ ചുവട് വെച്ചുള്ള നൃത്തമല്ല, പകരം ജീവിത നിലം മുട്ടുമാറാകും വിധം ചരിക്കുക മാത്രമേ ഉള്ളൂ. മെഴുവട്ടക്കുടകളും കൊമ്പും കുഴലും കിഴക്കൻ ചിട്ടയുടെ താള മേള അകമ്പടിയോടുകൂടി എഴുന്നള്ളുന്ന അമ്മയെ ചാണകം കൊണ്ട് മെഴുകിയ തറയിൽ പ്രത്യേക പീഠത്തിലിരുത്തി നൈവേദ്യം നൽകുന്ന ഈ ആചാരം ഓണാട്ടുകരയിലെ ഓരോ കർഷകന്റെയും ആത്മസമർപ്പണമാണ്. ഓണാട്ടുകരയുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാൽ ഇന്നും പഴമയൊട്ടും പോകാതെ
ഈ കലാരൂപത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും.